സ്കൂളിന് 100% വിജയം ഉറപ്പാക്കാൻ വിദ്യാർത്ഥിയെ +2 പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നില്ല എന്ന് പരാതി. ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർക്കെതിരെയാണ് ആരോപണം. മോഡൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു എന്ന് കാണിച്ച് ഹാൾ ടിക്കറ്റ് നൽകിയില്ല എന്നാണ് പരാതി. ഫിസിക്സ് പരീക്ഷ എഴുതുന്നില്ല എന്ന് മാതാവിൽ നിന്നും എഴുതി വാങ്ങിയെന്ന് വിദ്യാർത്ഥി 24-നോട് പറഞ്ഞു. ഫിസിക്സ് പരീക്ഷ എഴുതണ്ടെന്ന് സ്കൂൾ അധികൃതർ പറയാനുള്ള കാരണം എന്താ? മോഡൽ എക്സാമിന് മാർക്ക് കമ്മിയായതുകൊണ്ട് എഴുതണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ബാക്കി എല്ലാവർക്കും മാർക്ക് കമ്മിയാണ്, എന്നെ മാത്രം ഇരുത്തിയില്ല. അവർക്കിപ്പോൾ ഈ കൂടുതൽ വിജയ ശതമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെന്നാണോ മനസ്സിലാക്കുന്നത്? 100% വിജയം ഉണ്ടാക്കാൻ അതിനാണ് തോന്നുന്നുണ്ട്. ഇത് ഹോൾ ടിക്കറ്റ് ചോദിക്കാൻ ചെന്നപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹോൾ ടിക്കറ്റ് ചോദിച്ചപ്പോൾ തരില്ല എന്നാണ് പറഞ്ഞത്. മോഡലിൽ മാർക്കില്ല, പിന്നെ നീ എങ്ങനെ പബ്ലിക്കിൽ മാർക്ക് മേടിക്കുക, നീ സെയിൽ എഴുതിയാൽ മതി, ഫെയിലാവുമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് മോശമായിട്ട് പെരുമാറിയോ നിങ്ങളെടുത്ത്? അതെ, മാഡം മോശമായിട്ട് പെരുമാറി. എന്താ പറഞ്ഞത്? അതിന് മോന്തക്കുറ്റിക്ക് അടിക്കുന്നു പറഞ്ഞു, പിന്നെ സർട്ടിഫിക്കറ്റിൽ റെഡ് മാർക്ക് ഇടും പറഞ്ഞു, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഈ കുട്ടി പറയുന്നത് മറ്റു കുട്ടികൾക്കും ഇതുപോലെ മോശം മാർക്കുണ്ടായിരുന്നു, പക്ഷേ ഇയാളെ മാത്രം പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണല്ലോ. എന്താണ് സംഭവിച്ചത്? സ്കൂൾ അധികൃതർ എന്താണ് പറയുന്നത്? വേണു, സ്കൂൾ അധികൃതരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിനായി നമ്മൾ പല കുറി ശ്രമിച്ചെങ്കിലും അവർ ഒരു പ്രതികരണം നൽകാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഭൂമി റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശമാണ് ഈ സ്കൂൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അവിടെ നിന്ന് കടന്നു പോകണമെന്നുള്ള നിർദ്ദേശമാണ് ഈ സ്കൂൾ അധികൃതർ നൽകിയത്. അവർ അറിയിച്ചതനുസരിച്ച് റെയിൽവേ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും നമ്മളോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സ്കൂളുകൾക്ക് 100% വിജയം എന്നുള്ളത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികളും വിജയിക്കണം എന്നുള്ളത് അവർക്ക് കർശനമായിട്ടുള്ളൊരു കാര്യമാണ്. അത് സത്യത്തിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുമ്പോൾ അത് നല്ല കാര്യമാണ്. എന്നിരിക്കെ പോലും മോശം കുട്ടികളെ പരീക്ഷ എഴുതാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ അല്പം പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികളെയും വിജയിപ്പിക്കുന്നിടത്താണ് ഒരു സ്കൂളിൻ്റെ വിജയം എന്ന് മനസ്സിലാക്കണം. എന്തായാലും ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, ഈ കുട്ടി ഫിസിക്സ് പരീക്ഷയ്ക്ക് മോഡൽ എക്സാമിൽ പരാജയപ്പെട്ടിരുന്നു. ആ കുട്ടിയോട് ഇനി പൊതുപരീക്ഷ എഴുതണ്ട എന്നുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. ഹോൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഹോൾ ടിക്കറ്റ് നൽകിയില്ല. തുടർന്ന് ഈ കുട്ടി വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും രക്ഷിതാവിനെ കൂട്ടി തിരികെ എത്തിയപ്പോൾ എന്നിട്ടും ഹോൾ ടിക്കറ്റ് നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ ഒരു വർഷം കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇനിയിപ്പോൾ സേ എക്സാം മാത്രമാണ് എഴുതാൻ പറ്റുക. സേ എക്സാം എഴുതേണ്ടുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടിയെ എത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും സ്കൂൾ അധികൃതർ തന്നെയാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ചൈൽഡ് ലൈനും ഒക്കെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്കൂൾ അധികൃതരെ നമ്മൾ ബന്ധപ്പെട്ടു, പക്ഷേ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വളരെ രൂക്ഷമായ രീതിയിൽ മോശമായി തന്നോട് സംസാരിച്ചു എന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഫിസിക്സ് പരീക്ഷ ഇതിനോടകം കഴിഞ്ഞു. ആ കുട്ടിക്ക് എന്തായാലും സേ എക്സാം മാത്രമേ എഴുതാൻ കഴിയൂ. മറ്റു പരീക്ഷകൾക്ക് കുട്ടി ഹാജരാകുന്നുണ്ട്. ഇന്നടക്കം പരീക്ഷയ്ക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്, അതിന് തടസ്സമില്ല. പക്ഷേ ഈ ഫിസിക്സ് പരീക്ഷയിൽ മോഡൽ എക്സാമിൽ തോറ്റതുകൊണ്ട് തന്നെ പൊതുപരീക്ഷ എഴുതണ്ട എന്നുള്ള നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.